സാധാരണ നിലയിൽ ഈ വിമാന ദുരന്തങ്ങൾ ഉണ്ടായാൽ നല്ല നഷ്ടപരിഹാരം, ജീവന് ഉള്ള നഷ്ടപരിഹാരം എന്നുള്ള നിലയിൽ നഷ്ടപരിഹാരം നൽകാൻ എയർലൈൻ കമ്പനി ബാധ്യസ്ഥരാണ്. നഷ്ടപരിഹാരത്തിന്റെ ഡീറ്റെയിൽസ് ആണ് ഇപ്പോൾ പ്രേക്ഷകരോട് പറയുന്നത്. യാത്രക്കാരന് വിമാന കമ്പനി പൂർണ്ണമായും നഷ്ടപരിഹാരം നൽകണമെന്നത് അത് നിയമം അനുശാസിക്കുന്നതാണ്. നമുക്കറിയാം, ജീവന് ഒരു വിലയിടാൻ നമുക്ക് കഴിയില്ല. പക്ഷേ ആ ഒരാൾ മരിച്ചാൽ അദ്ദേഹം മൂലം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിയോഗം ആ കുടുംബത്തിനുണ്ടാകുന്ന ആഘാതം ഒരു പരിധിവരെ കുറയ്ക്കാനുള്ള ഒരു പരിഹാരം, ആശ്വാസം എന്ന നിലയ്ക്കാണ് ഈ നഷ്ടപരിഹാരങ്ങളെ കാണുന്നത്. ദയവായി പ്രേക്ഷകർ ശ്രദ്ധിക്കുക, ഇതൊരു പണത്തിൻ്റെയോ ജീവൻ്റെയോ മൂല്യമായിട്ടല്ല നമ്മൾ പറയുന്നത്. ഒരു കുടുംബത്തിന് ആശ്വാസമായി നിയമപ്രകാരം എന്തൊക്കെ കരുതൽ നടപടികൾ ഉണ്ടാകുമെന്നതാണ് നിയമപരമായ അവകാശം എന്നുള്ളതാണ്. അത് മോൺട്രിയൽ പ്രോട്ടോകോൾ വിഭാവനം ചെയ്യുന്ന ഒന്നാണ്. മോൺട്രിയൽ പ്രോട്ടോകോൾ അനുസരിച്ച് വിമാനം അപകടത്തിൽപ്പെട്ടാൽ വിമാന യാത്രികന് നഷ്ടപരിഹാരം എന്നുള്ളത് അന്താരാഷ്ട്ര തലത്തിലുള്ളൊരു പ്രോട്ടോകോളാണ്. ഇപ്പോൾ ഇവിടെ വിമാന കമ്പനി എന്നുള്ളത് എയർ ഇന്ത്യയാണ്. എയർ ഇന്ത്യ ഓരോ യാത്രക്കാരനും നഷ്ടപരിഹാരം നൽകാൻ ബാധ്യസ്ഥരാണ്. ഇന്നലെ പ്രാഥമികമായി അവർ 1 കോടി രൂപ വീതം എല്ലാ യാത്രക്കാർക്കും നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതൊരു കമ്പനി മുന്നിട്ട് നൽകുന്ന ഒരു കാര്യമാണ്. പക്ഷേ നിയമപ്രകാരം ഇൻഷുറൻസ് ചട്ടങ്ങൾ അനുസരിച്ചുള്ള നഷ്ടപരിഹാര തുക അത് പിന്നീടാണ് തീരുമാനിക്കപ്പെടുക. വലിയ തോതിൽ അല്ലെങ്കിൽ ഈ 99 മോൺട്രിയൽ കൺവെൻഷൻ പ്രകാരം നൽകുന്നതാണ് ഇൻഷുറൻസ്. അത് ലോകവ്യാപകമായി ഈ അതാത് രാജ്യങ്ങളുടെ സാമ്പത്തിക അല്ലെങ്കിൽ അവിടുത്തെ മൂല്യത്തിനനുസരിച്ചുള്ള നഷ്ടപരിഹാരം ഉറപ്പാക്കണമെന്നതാണ് ഈ അന്താരാഷ്ട്ര കരാർ. ഇത് വിമാന കമ്പനി നൽകേണ്ട നഷ്ടപരിഹാരമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ യാത്ര നമ്മൾ ഇൻഷുർ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു യാത്രികൻ അയാളുടെ യാത്ര ഇൻഷുർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഇൻഷുറൻസ് തുകയും നഷ്ടപരിഹാരമായി സ്വാഭാവികമായും ആ ഇൻഷുറൻസ് തുകയും അപകടത്തെ തുടർന്ന് അപകടമുണ്ടായാൽ ലഭ്യമാകും. സ്പെഷ്യൽ ഡ്രോയിങ്സ് റൈറ്റ് പ്രകാരം കണക്കുകൂട്ടുമെന്നാണ്. അതായത് നിലവിലെ നമ്മുടെ ഇന്ത്യയിലെ സാഹചര്യം വെച്ച് ഒരു യാത്രക്കാരന് 1.4 കോടി, ഏകദേശം ഒരു 1.5 കോടി രൂപ വരെ നഷ്ടപരിഹാരം കിട്ടാനുള്ള നിയമവ്യവസ്ഥയുണ്ട്. അതുതന്നെ ഇപ്പോൾ വിമാനയാത്രക്കാരുടെ പിഴവിലോ വിമാനത്തിന്റെ പിഴവിലോ ആണ് അപകടം ഉണ്ടായത് എങ്കിൽ ഈ 1.5 കോടി എന്നുള്ളത് അതിലും കൂടാനുള്ള സാഹചര്യമുണ്ട്. സ്വാഭാവികമായിട്ടും ഈ ഒരു അപകടത്തിൽ അങ്ങനെ ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ബുക്കിങ്ങിൽ യാത്രക്കാരനെടുത്ത ഇൻഷുറൻസ് നമുക്കറിയാം. ഇപ്പോൾ ട്രെയിൻ സർവീസ്, റെയിൽവേ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ, IRCTC ഒക്കെ ബുക്ക് ചെയ്യുമ്പോൾ അതിൽ താഴെ ഓപ്ഷൻ ഉണ്ട്, നമ്മൾ ഈ യാത്ര ഇൻഷുർ ചെയ്യണമോ എന്ന്. അതിൽ ടിക്കിട്ടാൽ വളരെ ചെറിയൊരു മിനിമൽ തുക മാത്രമാണ് അവർ നമ്മളിൽ നിന്ന് ഈടാക്കുക. പകരം നമുക്ക് ഇൻഷുറൻസ് പരിരക്ഷ നൽകുക. അതേ നിലയിൽ വ്യോമയാന യാത്രയായതുകൊണ്ട് തന്നെ അത് വലിയ തുകയുടെ ഇൻഷുറൻസ് ആണ് ലഭ്യമാവുക. ഇപ്പോൾ നിലവിൽ ടാറ്റ നൽകിയിരിക്കുന്ന 1 കോടി, ഇനി നമ്മൾ ഈ പറഞ്ഞതുപോലെ അന്താരാഷ്ട്ര നിയമപ്രകാരമുള്ള 1.5 കോടിയോ, നിലവിൽ ഈ വിമാനത്തിൻ്റെ തകരാർ ഒക്കെ ആയിരിക്കാം ഈ അപകടത്തിന് കാരണമെന്നതിൽ തർക്കമില്ല. അപ്പോൾ അതിനനുസരിച്ച് തുക കൂടാനുള്ള സാധ്യത. ജീവന് പരിഹാരമാവുന്നില്ല ഒന്നും. ഒരു തുക കൊണ്ട് നമുക്ക് ജീവന്റെ മൂല്യത്തെ അളക്കാൻ കഴിയില്ല. പക്ഷേ ഈ മരിച്ച ആളുകളുടെ കുടുംബാംഗങ്ങൾക്ക് ഒരു ആശ്രയമാണ്. ഇപ്പോൾ നമുക്ക് രഞ്ജിതയുടെ കാര്യം തന്നെ അറിയാം. അതുകൊണ്ട് ഇതൊരു നിയമപരമായ ആനുകൂല്യമാണ്. ജീവന് വിലയിടുന്നതായി അതിനെ കരുതുകയാണ്. കാരണം 2 കുട്ടികളാണ് അല്ലേ, 15ഉം 12 വയസ്സുള്ള കുട്ടികളാണ്. അവരുടെ വീട് പാതി വഴിയിൽ നിൽക്കുന്നു. ആ കുടുംബം അമ്മ മാത്രമേ ഉള്ളൂ. ഇനി ആ കുഞ്ഞുങ്ങൾക്ക് അമ്മമ്മ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർ ഒറ്റപ്പെടുന്ന അല്ലെങ്കിൽ ഭാവി എന്ന് ഇരുളടഞ്ഞു പോകാത്ത നിലയിൽ ഒരു സാമ്പത്തിക സുരക്ഷിതത്വം ഒരുക്കാൻ നമ്മുടെ നിയമപ്രകാരമുള്ള സംവിധാനങ്ങൾ കൊണ്ട് കഴിയും. മനുഷ്യൻ, അമ്മ, അതിനൊന്നും പകരമില്ല എന്ന് ഓർക്കുക. ഒരു ആശ്വാസം എന്ന നിലയ്ക്ക് മാത്രമാണ് നമ്മൾ ഈ വിവരങ്ങൾ പങ്കുവെച്ചത്. അല്ലാതെ ജീവനായിട്ട് ഇതിനെ താരതമ്യം ചെയ്യരുത്.